ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ മെയിൻ ഘട്ടമായ ബെഡ് പിടിപ്പിക്കലിലേക്ക് പോവുകയാണ്. വീടുണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഗിരീഷേട്ടൻ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ തിരക്കുണ്ടെന്ന്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്, ഗിരീഷേട്ടനെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം ഇരുട്ടുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വീഡിയോയും കൂടി മാക്സിമം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഞാൻ ഈ താഴെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കി അതങ്ങനെ അടിച്ച് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് കുറച്ചടുത്തായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ നാനോന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം എങ്ങനെയാണെന്നൊക്കെ. അതെ, അപ്പോൾ ഗിരീഷേട്ടനാണ് നമ്മളെ കാത്തിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഗിരീഷേട്ടന്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയാണ് നമുക്കിത് ചെയ്തു തരാന്ന് പറഞ്ഞു തരണം കേട്ടോ. അതിന്റെ വലിയൊരു ഉപകാരമാണ് അല്ലെ. അതെ, നേരത്തെ ഉള്ള പരിചയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പറഞ്ഞ പുള്ളി ഇങ്ങനെ നോന്ന് പറയില്ല. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ വീടിന്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ഗിരീഷേട്ടനെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ നമ്മുടെ ടൗണിലെ തന്നെ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരെ വർക്ക് ഗിരീഷേട്ടൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും. നമുക്ക് നാനോയിലാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഗ്യാരണ്ടി ആണല്ലേ. അതെ, അതാ നമ്മൾ പിന്നെ ഗിരീഷേട്ടൻ്റെ അടുത്ത് തന്നെ വന്നത്. അപ്പൊ നമ്മൾ റിവേഴ്സ് ആണ് വണ്ടി പോകുന്നത് കേട്ടോ. ഗിരീഷേട്ടൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഗിരീഷേട്ടൻ്റെ വീടല്ല, വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ മുറ്റത്തുണ്ട്. അപ്പോൾ റിവേഴ്സ് പോകണി നമുക്ക് കയറി വരാനും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ആട്ടോ പോകുന്നത്. പക്ഷേ നല്ല ചിരിയും ചിരിച്ചോണ്ടിരിക്കുക റിവേഴ്സ് പോകുമ്പോൾ. ഗിരീഷേട്ടൻ നമ്മുടെ വർക്കിൽ തന്നെയാണ് കേട്ടോ. അവിടെ പ്ലൈവുഡൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്നതിന് മുന്നോട്ട് ഗിരീഷേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആത്മാർത്ഥതയിലാണ്. അതെ, നമ്മളെ പോലെയല്ല. ഞങ്ങൾ ലേറ്റ് ആയി. പക്ഷേ ചേട്ടൻ അപ്പുറത്തെ സൈഡിൽ നോക്കി ഇവിടെ ഒരു ബോക്സ് അടിച്ചിട്ടുണ്ട്. ഇത് ബോക്സ്, ഇത് ബേക്ക് വശം, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത. ഇത് കണ്ടോ? ഓക്കെ ഓക്കെ, എനിക്കൊന്നും മനസ്സിലായില്ല. അത് വണ്ടി വെക്കുമ്പോ മനസ്സിലായിക്കോളൂ. ഏതാ ആണിയൊക്കെ ഗ്യാസ് കുറ്റീന്റെ അത് കിട്ടി വന്ന് തന്നെ മാട്ടം അടിക്കും. എന്താ പരിപാടി? എന്താ ഇപ്പോഴേ തുടങ്ങണം അല്ലേ? എന്താണ് പരിപാടി? എന്താ ഗിരീഷേട്ടൻ നോക്കിയേ, ഒന്നും സുന്ദരനായിട്ടില്ലേ? വീഡിയോ എടുക്കല്ലേ ഇതിലെ? ഇതെന്താ? പായസം. ചേച്ചി പായസം കൊടുക്കുന്നത്. അത് ഭാര്യയുടെ അടുത്ത് നിൽക്കുന്നത് വേണോ? കഴിച്ചു അവിടെ ഇരിപ്പുണ്ടല്ലോ. എനിക്കുണ്ടെന്നില്ലേ, ചുമ്മാ പറഞ്ഞതേ ഉള്ളു. ചേട്ടേ പായസം തിന്നേ ആസ്വദിച്ചോണ്ടിരിക്കാണ്. ചേട്ടനെ സഹായിക്കാൻ നോക്ക്. അല്ല, അതല്ല, ഞാൻ ചേട്ടൻ ചെയ്യുന്നൊക്കെ ചെയ്ത് പഠിക്കുമായിരുന്നു. നോക്കി പഠിക്കായിരുന്നു, ചെയ്ത് പഠിക്കായിരുന്നു. അല്ല, നോക്കി പഠിക്കുക. ആശാരി തന്നെ ആശാരി തന്നെ ഇരിക്കും. പക്ഷെ കട്ടിലും ചെറിയ ചെരുവൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലേ? നമ്മുടെ നാനോന്റെ എനിക്കറിയാം. ഗിരീഷേട്ടൻ ഇല്ലാത്ത സമയത്ത് ചേട്ടൻ ഒരു 2 കഷ്ണം അടിച്ചു നോക്കിയതായിരുന്നു. അതിനൊരു ചെറിയ മോഹൻലാലിനെ പോലെ ചെറിയൊരു ചെരുവുണ്ട്. മോഹൻലാലിനെ പോലെ അല്ല, കുറച്ചും കൂടി ചെരുവുണ്ട്. പായസം തോന്നു കേട്ടോ. പാത്രം അടുക്കളയിൽ കൊണ്ട് വെക്കണം, അതാണ് നിയമം. ചേച്ചി വരുന്നില്ലേ? അല്ല, ഇനി ഞാൻ ഗിരീഷേട്ടനെ സഹായിക്കാൻ. ചേട്ടേ പണി പഠിച്ചോ? പണി പഠിച്ചിട്ടല്ലടി. അതായത് ഞാനിങ്ങനെ ചുമ്മാ പിടിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ പഠിച്ചിട്ടില്ല. ഇത് നമ്മുടെ സെന്ററിൽ വരില്ലേ, നമ്മുടെ സ്റ്റോറേജ് ഫുൾ ഇതിലാ വരിക. ഇതിന്റെ ഉള്ളിൽ ഇനി തട്ടടിക്കും. തട്ടല്ല, പാർട്ടീഷൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇതില് സ്റ്റോറേജ് വരിക. പിടുത്തക്കാരൻ ഭയങ്കര മോശമാണ് ഇതില്ലേ. എവിടെ പിടിക്കല്ലേ? അടുത്ത സെറ്റ് അല്ലേ ആൻസി? അതായത് ആ സൈഡിലാണ് നമ്മുടെ ക്യാനും ഇതൊക്കെ വരിക. പിന്നെ ഈ സൈഡില് ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്യാസ് വരിക അല്ലേ? ഗ്യാസിന്റെ ആ സൈഡ് തന്നെയാ. വെള്ളവും ഗ്യാസ് വരുന്നു കേട്ടോ. നല്ലത്. തുണിയൊക്കെ നമുക്ക് ഇത്ര ഏരിയ ഉണ്ട്. ഇതിനി ഇതാക്കുവോ? പാർട്ടീഷൻ ചെയ്യണോ? പാർട്ടീഷൻ വേണ്ട. ഇല്ലേലും കുഴപ്പമില്ല. ബാഗാണെങ്കിൽ വെക്കാൻ പറ്റും. അതാകുമ്പോ നമുക്ക് ആവശ്യത്തിന് സാധനം വെക്കാം. ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ ഗ്യാസിന് മാത്രം ഒന്ന് പാർട്ടീഷൻ ചെയ്യാം. ഗ്യാസിന് അങ്ങനെ കുഴപ്പമില്ലല്ലോ. വേണല്ലേ? അല്ലെങ്കിൽ ഗ്യാസ് ചാടി കളിക്കും. ഓടുന്ന ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോഴേ. അപ്പോൾ ആൻസി, ഒന്ന് ഉള്ളിൽ വെച്ച് നോക്കാം സെറ്റപ്പ്.
ഈ ഒരു ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് ഇല്ല ബേക്കിൽ കൂടി കയറണോ അതോ ഫ്രണ്ടിൽ കൂടി കയറുമോ നോക്കാം അല്ലേ? ഇത്രയും വലിയ ബോക്സ് വേണം അല്ലേ? യെസ്. സ്റ്റോറേജ് കുറച്ച് ഓവറായിരിക്കും. അപ്പുറത്ത് കൂടി വരാവേ. സ്റ്റോറേജ് കുറച്ച് ഓവറായിരിക്കും. ആ ഇനി സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല എന്നൊരു പരാതി ഇവിടെ കേട്ടേക്കരുത് അല്ലേ ഗിരീഷേട്ടാ? പിന്നല്ല ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ. ദേ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് സീറ്റ്. അല്ല സീറ്റ് നമുക്ക് വേണമെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് സെറ്റായി അല്ലേ? ആ അതും കൂടി ഒന്ന് വെച്ച് നോക്കാം. നമുക്ക് ഇതും കൂടി ഒന്ന് വെച്ച് നോക്കാം. നമ്മുടെ ബോക്സിന്റെ അല്ല നീ നിൽക്കുന്നോർത്ത് ബേക്കിലെ ഇവിടെയാ ഇവിടുത്തെ ബോക്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അതും കൂടി നമുക്ക് വെക്കാം. ആ ഇച്ചിരി നോക്കി കയറ്റിയില്ലെങ്കിൽ പണി വാളും. ബേക്കിൽ അങ്ങനെ അല്ല അവിടെ ഡോറൊക്കെ ഉള്ളതുകൊണ്ട് സുഖം. ഇവിടെ പക്ഷേ അവിടെയാണ് കറക്റ്റ് സ്ഥലം അല്ലേ? ഇതിങ്ങനെ ഇത് കണ്ട ആൻസി ഇവിടെ ഇങ്ങനെ മുട്ടിയെ നിൽക്കുക. അപ്പൊ നമ്മളിവിടെ ട്യൂബിന്റെ കഷ്ണം എന്തെങ്കിലും അടിച്ചു കൊടുക്കും. കാരണം വണ്ടി ഇളക്കത്തില് പെയിന്റ് പോവാതിരിക്കാനായിട്ട് സെറ്റപ്പ് ആക്കും. അതൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനത്തെ പേടിയൊന്നും എനിക്ക് വേണ്ട. ഇവിടെയാണ് നമ്മുടെ സാധനങ്ങൾ വരിക. അതെ. ആ ഇത് പക്ഷെ നമുക്ക് ആവശ്യത്തിന് സാധനം വെക്കാനുള്ളതുണ്ട് കേട്ടോ. കുറച്ച് ഓവറായെങ്കിലേ ഉള്ളൂ. ഞാനോ ആയിരുന്നപ്പോ ചെറിയ സ്ഥലത്തിൽ നമ്മൾ അല്ല പക്ഷെ നമ്മൾ അതിൽ എത്ര സാധനം വെച്ചേ. അപ്പൊ ഇതിലേക്ക് കയറ്റുമ്പോഴായിരിക്കും ആൾക്കാർ ഞെട്ടാൻ പോണേ. അതെ, ഞങ്ങൾ ഒരു ലോഡ് സാധനം അധികം കയറ്റുമായിരുന്നു വണ്ടി. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകട്ടോ. കാരണം ഇതിനകത്ത് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വെച്ച് നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണേ. അതായത് നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി ബാക്കി നമ്മുടെ കുറ്റി ഇല്ലേ ആൻസി, നമ്മുടെ ഗ്യാസും കുറ്റി പണിയാണല്ലേ. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇങ്ങോട്ട് പോകാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ഗ്യാസും കുറ്റി വരിക. ഇവിടെ ഈ ഗ്യാപ്പിൽ. അപ്പോൾ അത് കറക്റ്റ് ഒരു ബോക്സ് പോലെ അടിച്ച് പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ സാധനം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാവും. അപ്പൊ ഗ്യാസും കുറ്റീൻ്റെ ഇവിടെ ഓട്ടോ ഇടണം. അതായത് ഇപ്പൊ നമ്മൾ സാധാ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസും കുറ്റിയില്ലേ, അതല്ല നമ്മൾ ഉപയോഗിക്കുക. അവിടെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് കിട്ടൂല. അപ്പൊ നമ്മൾ അതിന്റെ ഹൈറ്റ് കുറഞ്ഞുണ്ട്, കിലോ കുറവുള്ള അത് വേണം വെക്കാനായിട്ട്. അപ്പൊ അത് നമുക്ക് നാളെ പോയിട്ട് നമുക്കത് മാറ്റിക്കൊണ്ടുവരാം. ഇതും കൂടെ എടുത്തു വെച്ചേക്കാം അല്ലേ ഗിരീഷേട്ടാ? ഇത് കൊടുക്കുമല്ലേ? അപ്പൊ ഇതും കൂടി എടുത്തു വെച്ചിട്ട് നമുക്ക് പോവാം. ബാക്കി നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടിന്റെ ഹെൽപ്പ് ഉണ്ടല്ലോ. ഇതല്ലേ അല്ലേ, നമ്മള് സാധനങ്ങൾ വെക്കുമ്പോ ഇതൊക്കെ ചിലപ്പോ കുറയും. അതാ പാട്. സാധനങ്ങൾ ചേരി കഴിയുമ്പോഴാണ് അറിയുള്ളൂ എത്ര വേണം. കറക്റ്റ് നമുക്ക് അറിയാൻ നേരം കറക്റ്റ് കാര്യങ്ങൾ അറിയുള്ളൂ. ഇതിൽ ഇനി വേറെ കാര്യമുണ്ട്. നമുക്ക് സർവീസ് ചെയ്യാൻ നേരത്ത് ഈ സീറ്റ് കണ്ട് ഇങ്ങോട്ട് മടക്കും. അതിനടിയിലാണല്ലോ ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം. ഓയിൽ അതിന്റെ അടിയിലേ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോക്സ് ഇല്ലേ ഇത് എടുക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതിപ്പോ നിനക്കാണെങ്കിലും പിടിച്ച് പുറത്തേക്ക് ഇറക്കാനുള്ള ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അല്ലേ പണി കിട്ടും. നാളെ കാണാം. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ? ഇനി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചോണ്ട് കൊടുത്താലാണ് ഗിരീഷേട്ട് പണി നടക്കുള്ളൂ. നാളെ നമുക്ക് ഇച്ചിരി നേരത്തെ വരാം. ആയിക്കോട്ടെ. ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. നക്ഷത്രങ്ങൾ കണ്ടു. നിങ്ങൾ നക്ഷത്രമൊക്കെ നോക്കിയായിരുന്നേ. അത് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ചവിട്ടിയതാ. അതെ. അപ്പൊ നമ്മുടെ ഗിരീഷേട്ടന്റെ വീട്ടിലെ പരിപാടിയൊക്കെ നിർത്തി നമ്മൾ രാത്രിക്ക് ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പൊ ഇനിയും ഗിരീഷേട്ടന് സാധനങ്ങൾ കുറച്ച് മേടിച്ചു കൊടുക്കാനുണ്ട്. മെയിൻ ആയിട്ട് മേടിച്ചു കൊടുക്കാനുള്ള റെക്സിനാണ് കേട്ടോ. റെക്സിനും പിന്നെ നമ്മുടെ ബെഡിന്റെ വെള്ളം അടിക്കാൻ അല്ലേ, ഡബിൾ ടേപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് മേടിച്ചു കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ ബെഡിന്റെ പണിക്ക് ഗിരീഷേട്ടന് തുടങ്ങാനും പറ്റുള്ളൂ, നമുക്ക് അവസാനിപ്പിച്ച് തരാനും പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തുണിയാണ് പ്ലാൻ ചെയ്ത് ബെഡിന്റെ മേളില്. പക്ഷെ അതെന്താന്ന് വെച്ചാ അപ്പൊ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് അപ്പൊ തന്നെ വലിഞ്ഞു പോകും. അപ്പൊ റെക്സിനാകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റും. നമുക്ക് കുക്കിംഗ് ഒക്കെ നമ്മളതിന് മേളിലിരുന്ന് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്.
അപ്പോൾ നമുക്ക് റെക്സിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ ബത്തേരി ഒരു ഷോപ്പിൽ വന്നു കേട്ടോ. റെക്സിൻ ടൈപ്പ് എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് ചേച്ചി? നമുക്ക് സ്റ്റാർട്ടിങ് 250. എടി കളർ റെക്സിൻ ഇങ്ങനത്തെ അല്ലേ ഉദ്ദേശിച്ചത്? ഏതാ കളർ വേണ്ടേ? ഈ കളർ ഇല്ല, ഏതെങ്കിലും കളർ, കുറച്ച് എടുപ്പുള്ള കളർ. എടുപ്പില്ല, അങ്ങനെ ഭയങ്കര എടുപ്പുള്ളതല്ല. ഇളം എടുപ്പ് പോലെ. ലെതറിന്റെ കളറൊന്നും വേണ്ടല്ലോ. ആ വയലറ്റ് എടുത്താലോ? ഏത് ഈ കോട്ടിങ് അല്ലേ? മനസ്സിൽ ഇത് കണ്ടോ, ഇതിന് 450 രൂപ ഈ ഒരു കോട്ടിങ് വരും പുറകില്. ഇത് മെറ്റൊന്നും കാണിക്കാം. ഇത് ഇത് കുറഞ്ഞത് വേറെ. ഇത് 300. പിന്നെ ഇത് 300. ഇങ്ങനെ ഇത് നമ്മൾ സീറ്റിനൊക്കെ അടിക്കുന്നത്. ആൻസി ഇവിടെ നോക്കൂ, ഇത് 300-ന്റെ. കളർ ഫിക്സ് ചെയ്തു കേട്ടോ. ഈ കളറാണ് എടുത്തത്. കുറേ കളറുണ്ട്, കൺഫ്യൂഷനാണ്. കുറേ കളർ, നല്ല നല്ല കളറുകളാണ് എല്ലാം. ഇത് നമ്മുടെ ബത്തേരിയിലാട്ടോ ഈ കട വരുന്നത്. കടേന്റെ പേരെന്താ ചേച്ചി? സെയിന്റ് റെക്സിൻ. ഫുള്ള് റെക്സിന്റെ നമ്മള് ആൻസി നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമെങ്കിലും ഇത്ര സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അതെ, ഇതോടെ ഇവിടെ സ്പോഞ്ചിന്റെ സാധനം കിട്ടിട്ടോ. അപ്പൊ നമ്മുടെ റെക്സിനും സാധനം കിട്ടി. ഇത് കേൾക്കും അല്ല, ആ പറഞ്ഞത് കേൾക്കൂന്ന് പറഞ്ഞു. സാറല്ല, നമ്മുടെ റെക്സിനും സാധനങ്ങളെല്ലാം കിട്ടി. ബെഡിലേക്ക് പിന്നെയും പോവാം ചേട്ടേ. അപ്പൊ ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് എന്താ വാങ്ങാനുള്ളത്? ഇനി മെയിൻ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സിം ഒന്ന് മാറ്റി. നമുക്ക് മാറ്റാം, ജിയോ ആക്കാം. കുറേ നാളായി ജിയോ ഉപയോഗിക്കാൻ, പക്ഷെ എനിക്ക് റേഞ്ചേ ഇല്ല. ചിലവുകളെല്ലാം ഇങ്ങനെ മടക്കി കീശ വെച്ചേക്കാം അല്ലേ? നമുക്ക് ഇനി അടുത്തത് മെയിൻ ആയിട്ട് മാറേണ്ടത് ഗ്യാസ് കുറ്റിയാണ്. കാരണം ഗ്യാസിന് നമ്മുടെ 5 കിലോക്ക് ഇച്ചിരി നീട്ടം കൂടുതലുണ്ട്. അപ്പൊ അത് ചെറുതാണ്, മാറ്റണം. നമുക്ക് അതിലേക്ക് പോട്ടോ. അടുത്ത കുറ്റി മാറ്റൽ ചടങ്ങിലേക്ക് പോവുകയാണ് ചേട്ടാ. കുറ്റിക്കടയിൽ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഇതാണ് കേട്ടോ കുറ്റിക്കട. ഇവിടെ 2 കടയുണ്ട്. ചേട്ടാ നമുക്കേ നീട്ടം കുറഞ്ഞ കുറ്റി വേണം, കുറഞ്ഞത് വേണം. കുറ്റി മാറ്റി ലാസ്റ്റ് ഈ കുറ്റിയിലെത്തിട്ടോ. ഈ കുറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് എല്ലായിടത്തും കിട്ടുന്ന കുറ്റിയല്ല. ലാസ്റ്റ് നമ്മൾ 5 കിലോന്റെ കുറ്റി തന്നെ എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ തീരുമാനമായി. സിമ്മ് മാറ്റാൻ അവിടെ നോക്കാൻ പോയതാണ്. ആളെന്തോ പറഞ്ഞു വരുന്നുണ്ട്. എന്താ? ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങള്. എന്താ ഇവിടെ ഡെയിലി തുറക്കൂല. ഇത് ജിയോന്റെ ഇതാണ്, ഡിജിറ്റൽ ലൈഫ് ജിയോ. ഇവിടെ നമുക്കിപ്പോ സിം എടുക്കണേ ഇപ്പൊ പഴയ പോലെ നമുക്ക് ഏതെങ്കിലും കടയിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ജിയോന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവത്തിൽ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്മാര് തുറക്കലില്ല. അപ്പൊ ഞാനിപ്പോ ഈ അടുത്ത് ഫെഡറൽ ബാങ്കില് ചോദിച്ചപ്പോ പറയണേ, അവരുടെ സ്റ്റാഫ് ഇടയ്ക്ക് വരും, അന്നേരം ഫുൾ തുറക്കും വൈകുന്നേരം വരെ. വന്നില്ലേ അന്ന് തുറക്കുമില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ തുടങ്ങി വെച്ചേക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് പോവാം. അപ്പൊ നമ്മളങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് വന്നു കേട്ടോ. അപ്പോഴത്തെ ഗിരീഷേട്ടനോട് പകുതി പരിപാടി പിന്നെയും തീർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വലിക്കുന്നല്ലേ, ഇതിങ്ങോട്ടല്ലേ വലിക്കുക? അതുപോലെ ഇവിടെ ഓരോന്ന് വരും കേട്ടോ. അത്രയൊക്കെ. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ ആ ട്രോളി? അല്ല ട്രോളിയല്ല, മേശ. ഇതിപ്പോ ആശാരിക്ക് പണി കൊടുത്തിരിക്കുകയാണ് ചേട്ടായി. കഴിഞ്ഞ പ്രാവശ്യം ആശാരി പൊളിച്ചോണ്ടിരിക്കുക. അന്ന് ഗിരീശേട്ടൻ അവിടെ എന്തോ തിരക്കായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് അടിച്ചു. അതില് പക്ഷെ ഗിരീശേട്ടൻ വിചാരിച്ച പോലെ അല്ല, ആണികളുടെ സമ്മേളനമാണ്. ഫുള്ള് ആണിയാണ്. ഞാൻ പിന്നെ വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് ഇരുന്നോട്ടെ. വെയിറ്റ് ആണി ഇല്ലാഞ്ഞിട്ട് വെയിറ്റ് കുറയണ്ടല്ലോ. അപ്പോ റെക്സിനും കാര്യങ്ങളൊക്കെ എല്ലാം ആയില്ലേ? കുറ്റി അത് തന്നെ ആക്കി കേട്ടോ, കിടത്തി വെക്കാം. അതേ നമുക്ക് വിഷയമുള്ളൂ. അടുത്ത് ഇനി എന്താ? ഇത് നമ്മുടെ മസാല ബോക്സ്. ഇത് താഴെ കൂടി വേറെ ആള് വരുന്നു, അതിവിടെ വളർത്തുന്ന കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ പോസ് ചെയ്യില്ല, എനിക്ക് അങ്ങനത്തെ നമ്മുടെ അടുത്ത ബോക്സും സെറ്റ് ആയിട്ടോ. ഇവിടെ എന്താ പരിപാടി? ഭയങ്കര അധ്വാനാണ്. ഗിരീഷേട്ടനെയും കൂടെ തെറ്റിക്കോ? ഞാനാണ് ഗിരീഷേട്ടന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതെ 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 അതെ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഇതിലേക്കുള്ള ബോക്സ് ആട്ടോ. ഇത് നമ്മുടെ മസാല ബോക്സ് ആണ്. നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ബോക്സ് ആണ് ഇനി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ 3 ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു ബോക്സിൻ്റെ മാത്രമേ ചാനൽ അടിച്ചിട്ടുള്ളൂ. ഈ 2 ബോക്സിൻ്റെയും കൂടെ ചാനൽ അടിക്കാനുണ്ട്. നമ്മുടെ ബേക്ക് സെറ്റായി അല്ലേ? നമ്മുടെ ഫുഡിന്റെ കാര്യം സെറ്റായി. പിന്നെ കിടക്കുന്ന കാര്യം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റിയും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ അല്ലേ? ഗ്യാസ് കുറ്റി അപ്പം ഇതിന്റെ ഉള്ളില് ഒരു മൂലയിൽ നമുക്ക് കിടത്തി വെക്കാം. ഓക്കെ. ബെഡ് സെറ്റ് ആക്കലാണ് നമ്മുടെ മെയിൻ പണി. അങ്ങനെ തരണ്ട്. അവിടെ ഞങ്ങളെ നോക്കി ചിരിച്ചവിടെ ബെഡ് ഇരിക്കുന്നു. ബെഡ് ഇങ്ങനെ വിചാരിക്കും ഇതെന്തായിരിക്കും ഒരു ഉദ്ദേശം, ഇത് മനസ്സിലാകുന്നില്ല. നമ്മൾ ഞങ്ങളുടെ ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ ബോക്സ് നമ്മൾ എടുത്ത് വെക്കുകയാണേ. ഇത് നമ്മുടെ ഡ്രോയൊക്കെ വരുന്ന സെറ്റാണ് കേട്ടോ. നമ്മുടെ കിച്ചൺ സെറ്റാണിത്. കിച്ചൺ സെറ്റ്. അങ്ങനെ കിച്ചന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. കിച്ചന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഡ്രോ വരിക്ക് അവിടെ ഇങ്ങനെ വരും അല്ലേ? അടുക്കള അങ്ങനെ സെറ്റായി. ഇനി കിടക്കുന്ന സ്ഥലം കൂടെ സെറ്റാകാൻ സെറ്റായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ ഈ കുറ്റി സെറ്റപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ. കുറ്റീൻ്റെ അടുത്ത് തന്നെ നമ്മൾ വെള്ളം വെക്കുന്നത്. അപ്പോൾ അത് ലേശം തട്ട് ഹൈറ്റ് കൂട്ടുന്നുണ്ട് കുറ്റീൻ്റെ അവിടെ മാത്രം. അതെന്താണെന്ന് വെച്ചാൽ ഈ കുറ്റി ഒന്ന് പൊന്തിയിരിക്കാൻ വേണ്ടി കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്നിട്ട് അടിവശവും ക്ലോസ് ചെയ്യുമോ? അല്ല, ഇവിടെ ഈ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കും അല്ലേ? ആ, ഓക്കെ. ആൻസി ഇതാ ഇവിടെ ഇത്ര നേരം പണിയെടുത്ത് ആൻസി മടുത്തിരിക്കും കേട്ടോ. നല്ല പണിയായിരുന്നു അല്ലേ? അങ്ങനെ നമ്മുടെ കട്ടിലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കട്ടിലിൻ്റെ പണി ഏകദേശം തീർന്നു കേട്ടോ. ഇനി ബെഡ് പിടിപ്പിച്ചാൽ മതി. ഇനി ബെഡ് അല്ലേ? ഇനി ബെഡ്, റെക്സിൻ എല്ലാം കഴിയുമ്പോൾ ബെഡും റെഡിയാവും. ഇത് കട്ടിൽ റെഡിയായി. ഇപ്പോൾ കട്ടിലിപ്പോൾ റെഡിയായി. അത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. അതായത് നമ്മളിത് 3 പീസായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ സീറ്റിംഗ് മടക്കിയെങ്കിലേ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓയിലൊക്കെ മാറ്റണമെങ്കിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സമയം നമുക്ക് ഇത് മാറ്റി വെക്കാം, ഊരി വെക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റില്ല. അതൊരു കാര്യം. ഒന്നും ഫിക്സ് ആക്കരുത്. തിരിച്ചു വന്നു കഴിയുമ്പോഴേ നമ്മുടെ നിയമത്തിന് എതിരെയാവാണ്ട് ക്ലിയർ ആക്കാനുള്ളതെല്ലാം. അപ്പോൾ നമ്മുടെ ബോക്സ് എല്ലാം നമ്മൾ തിരിച്ചിവിടെ ഇറക്കി വെച്ചു കേട്ടോ. ആ ബോക്സ് അവിടെ വെച്ചു. ഇതിന് മാത്രമേ കുറച്ച് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കുറച്ചല്ല, കുറച്ചധികം. ഇനി നമ്മുടെ നാളത്തെ പരിപാടി ബെഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഫോമും കാര്യങ്ങളും റെക്സിനെയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവാ. അതെ, ഇനി ഗിരീഷേട്ടന് കയറാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇനി നമുക്ക് റെക്സിനൊട്ടിക്കലും പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ബെഡ് റെഡിയായി. സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ബെഡിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ